ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡെക്കറേഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദമാവ് അളന്ന് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡർ വേണം എടുക്കാൻ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 3 പ്രാവശ്യം അരിച്ചു വയ്ക്കാം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നല്ലപോലെ അരിച്ച് വേണം കേക്ക് ഉണ്ടാക്കാൻ. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ വിസ്ക് വെച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്താൽ ഒരു 10 സെക്കൻഡ് ചെറിയ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ടിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 3-4 ബാച്ചായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. മാവിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാതെ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഓരോ പ്രാവശ്യം ഇട്ട മാവ് നന്നായിട്ട് മിക്സായ ശേഷം അടുത്ത പ്രാവശ്യം മാവിട്ട് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് മാവ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. കുത്തി ഇളക്കി ഫോൾഡ് ചെയ്തെടുക്കരുത്. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചതാണ്. നന്നായിട്ട് ചൂടാക്കിയ പാലിൽ കോഫി പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പാലിൽ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിക്കാം. ഈ കേക്ക് ഞാൻ OTGയിലല്ല ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതുപോലൊരു ബിരിയാണി ചെമ്പാണ് ഞാൻ എടുത്തത്. ഇതല്ല കുക്കറോ അല്ലെങ്കിൽ ചീനച്ചട്ടോ ഏതായാലും മതി. ഈ പാത്രം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം. അടച്ച് ഒരു 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിതിപ്പോൾ 50 മിനിറ്റ് ആയപ്പോഴാണ് ബേക്കായിട്ട് വന്നത്. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചാണ് നമ്മുടെ കേക്ക് ബേക്കാവുന്ന സമയവും. ഇതിപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് നന്നായിട്ട് ചൂടാക്കണം. നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ളൊരു കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ഒരു 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം.
അതിനുശേഷം കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ വെറ്റ് ചെയ്യണം. അതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം ആദ്യമേ തന്നെ കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. അതും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം വയ്ക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. മൂന്നാമത്തെ ലെയർ വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കുറച്ച് ക്രീം വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും കുറേശ്ശെ ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല, നേരെ തന്നെ കൂടുതലായിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുക്കുകയാണ്. മുകളിലും സൈഡിലും കൂടുതലായിട്ട് ക്രീം വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഒരു സ്ക്രാപ്പർ വെച്ച് വരച്ചു കൊടുക്കാം. മുകൾ ഭാഗം ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കേക്ക് പുറത്തെടുത്തത്. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാവൂ. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് സൈഡിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഒഴിക്കുന്നത്. മുകൾ ഭാഗം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്ത്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തെടുത്തതാണ്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് വരച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻട്രലിലായിട്ട് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. റോസറ്റ് നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഫ്ലവർ ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് ചെറിയ നോസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ലീഫ് വയ്ക്കാം. ഇനി കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വലിയ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ കേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഈ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.